മേധാവി, മേധാവി, മേധാവി. എക്സ്ക്യൂസ് മീ. എന്തോന്നാ രാവിലെ വീട്ടിനകത്തോട്ട് കയറി മുതയെന്ന് വിളിക്കുന്നേ? അയ്യോ, ക്ഷമിക്കണം, ഭവതി തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. ഞാൻ മേധാവി എന്നാ വിളിച്ചത്. ഗോകുലത്ത് ഗംഗാധരൻ ഗൗരീദാസൻ മേനോൻ അവർകളില്ലേ? ഇല്ല, അച്ഛൻ അമ്പലത്തിൽ പോയിരിക്കുവാണല്ലോ. അച്ഛൻ എന്ന് അദ്ദേഹത്തെ സൂചിപ്പിച്ച സ്ഥിതിക്ക് ഭവതി മകൾ ആയിരിക്കുമല്ലേ? അതെ, മകൾ തന്നെയാണ്. ഇവിടെ അറിയിപ്പ് മണിയില്ലേ? അറിയിപ്പ് മണിയോ? അതെ, കോളിംഗ് ബെൽ. കോളിംഗ് ബെൽ വീട്ടിനകത്തല്ല വെക്കുന്നത്, പുറത്താ. അത് അവിടെ തന്നെ ഇരിപ്പുണ്ട്. ആള് വന്ന സ്ഥിതിക്ക് ഇനിയിപ്പോ പുറത്തു പോയി മണി അടിക്കണോ? ആളൊരു ബോറനാണെന്ന് തോന്നല്ലേ ഈശ്വര. ബോറൻ നിന്റെ തന്തയാടി. കുഞ്ചറിയ അങ്കിൾ പറഞ്ഞത് ശരിയാ, എവളൊരു ഭൂമി കുലുക്കി പക്ഷി തന്നെ. നമ്മളാരാ മനസ്സിലായില്ല? ഞാൻ പുലി കിടന്ന മടയിൽ. പുലിയുടെയും കടുവയുടെയും കാര്യമൊന്നും കേൾക്കണ്ട. നിങ്ങളുടെ പേരാ ചോദിച്ചത്. ഹരിപ്രസാദ്, ജി കെമിക്കൽസിന്റെ മാനേജർ. അച്ഛനല്ലേലും ഇങ്ങനെയുള്ള ആൾക്കാരല്ലേ കിട്ടൂ. എന്താ? അല്ല, അച്ഛൻ എപ്പോഴും ഇങ്ങനെ സ്മാർട്ട് ആയിട്ടുള്ള ആൾക്കാരെ ജോലിക്ക് വെക്കാറുള്ളൂ എന്ന് പറയായിരുന്നു. മണ്ടനാക്കാതടി. വായിൽ വെള്ളിക്കരണ്ടിയായിട്ട് പിറന്നു വീണ നിനക്കൊക്കെ സാധാരണക്കാരന്റെ പ്രശ്നങ്ങൾ മനസ്സിലാവില്ല. നീ നോക്കിയോ, ഭരണം ഞങ്ങളുടെ കയ്യിൽ വരും. അയ്യേ, എന്തിനാ ഇളിക്കുന്നേ? എനിക്ക് പോകാൻ ധൃതിയുണ്ട്. പിതാവ് വരുമ്പോൾ ഈ ഇടപാട് കടലാസുകൾ അദ്ദേഹത്തെ സുഭദ്രമായി ഏൽപ്പിച്ചാൽ മതി. ഓ, പോയി വരാം. നമസ്തേ ജി. നമസ്തേ ജി. അയ്യ, സിംഹവാലിന് പറ്റിയ കബീഷ് തന്നെ. കൂടുതൽ വാചകമൊന്നും വേണ്ട. ജോലി കിട്ടിയത് പിന്നെ നീ ആളാകെ അങ്ങ് മാറി. നിനക്കിപ്പോ ഞങ്ങളെ ഒന്നും വേണ്ട. അനാവശ്യം പറയരുത്. ആ സിംഹവാലിന്റെ സ്വഭാവം നിങ്ങൾക്ക് അറിഞ്ഞുകൂടാത്തുണ്ടാ? അയാളെ പേടിച്ച് എത്ര നാളിങ്ങനെ കഴിയാമെന്നാ? എനിക്ക് കൺഫർമേഷൻ ആകുന്നവരെ ഫസ്റ്റ് ഊർമിളയെ ഒരു കര പറ്റിക്കണം. ഉത്തരവാദിത്വങ്ങൾ മുഴുവൻ എന്നെ ഏൽപ്പിച്ചിട്ട് അച്ഛനും അമ്മയും പോയത്. കമ്പനിയിൽ നിന്ന് ഒരു ലോൺ എടുത്തിട്ട് എത്രയും പെട്ടെന്ന് അവളുടെ വിവാഹം നടത്തണം. നീ പറയുന്ന കേട്ടാത്തൊന്നും ഞങ്ങൾക്കൊന്നും ഉത്തരവാദിത്തങ്ങളില്ല. പിന്നെ കുടുംബത്തിന് വേണ്ടി മെഴുതിരി പോലെ ഉരുകാനൊന്നും എന്നെ കിട്ടത്തില്ല. അച്ഛനും അമ്മയും ഇല്ലാത്ത പ്രായമായ ഒരു പെൺകുട്ടി വീട്ടിലുണ്ടെങ്കിലേ മെഴുകുതിരി പോലല്ല, കുന്തിരിക്കം പോലെ തീക്കകത്ത് കിടന്ന് ഉരുകും. നീ കുന്തിരിക്കം പോലെ സാമ്പ്രാണി പോലെ ഉരുകി കുടുംബത്തിൽ സുഗന്ധം പരത്തി കഴിഞ്ഞോ? നിനക്ക് വേണ്ടി ക്രിക്കറ്റിനെടുത്ത ടിക്കറ്റ് ഞങ്ങൾ കരിങ്കന്തേ വിറ്റോളാം. അതൊന്നും പറ്റില്ല, ഞാനും വരുന്നുണ്ട്. എല്ലാം നീ തന്നെയാ പറയുന്നത്. ഒരിക്കൽ പറയും ഓഫീസിൽ നിന്ന് ലീവ് കിട്ടത്തില്ല. മാച്ച് തുടങ്ങുന്നതിന് മുമ്പ് നീ എങ്ങനെയെങ്കിലും ചാടി അവിടെ എത്തിയാ മതി. മുടന്ത ന്യായങ്ങൾ പറഞ്ഞ് ഓഫീസിൽ നിന്ന് മുങ്ങിയാൽ അതെന്റെ കൺഫർമേഷനെ ബാധിക്കും. കുറച്ച് ഗഡ്സ് കാണിക്കെന്റെ ഹരി. എല്ലാത്തിനും വഴി ഞാൻ കണ്ടിട്ടുണ്ട്. നാളെ കൃത്യം 3 മണിക്ക് ഗോകുലത്ത് ഗംഗാധരൻ ഗൗരീദാസന് ഈ അമ്പലമേട്ടിൽ അച്യുതൻ അരവിന്ദന്റെ ഒരു ഫോൺ വരും. നിന്റെ പ്രതിച്ഛായക്ക് കോട്ടം തട്ടാത്ത രീതിയിൽ ഓഫീസിൽ നിന്ന് മുങ്ങാനുള്ള ഒരു ഗംഭീര ഐഡിയ എന്റെ മനസ്സിലുണ്ട്. ശരി പ്രധാനി, അകത്തേക്ക് ആഗമിച്ചോട്ടെ. പ്രവേശിക്കാം. അങ്ങ് അന്വേഷിച്ചെന്ന് പ്രധാന കാര്യദർശി പറഞ്ഞു. ആ, ശരിയാണ്. 4 മണിക്ക് ഓഡിറ്റർ വരാമെന്ന് ഏറ്റിരുന്നു. ഇപ്പോൾ വിളിച്ചു പറയുന്നു എന്തോ അസൗകര്യമാണെന്ന്. ഓഡിറ്റർ എന്ന വാക്കിന് മലയാളമുണ്ട്, കണക്ക് പരിശോധകൻ. ബലേഭേഷ്, ഹരിപ്രസാദിനെ പോലെയുള്ള ഭാഷാ സ്നേഹികളെയാണ് ഈ സ്ഥാപനത്തിന് ആവശ്യം. ഓഡിറ്റർക്ക് മലയാളം കിട്ടിയെന്നും ആയതുകൊണ്ട് ആ പദം ഇനിമേൽ ഉപയോഗിക്കാൻ പാടില്ല എന്നും കാണിച്ചുകൊണ്ട് ജീവനക്കാർക്കൊരു അറിയിപ്പ് ഉടൻ തന്നെ പുറപ്പെടുവിച്ചേക്കൂ. ആയിക്കോട്ടെ. ഒരു സംശയം മേധാവി. ചോദിച്ചോളൂ. ഈ കാര്യാലയത്തിൽ എല്ലാം മലയാളമയമാണ്. പക്ഷേ സ്ഥാപനത്തിന്റെ പേര് മാത്രം ജി കെമിക്കൽസ്. അതിലൊരു അപാകതയില്ലേ? യഥാർത്ഥത്തിൽ ഗാഗ രാസ പദാർത്ഥ നിർമ്മാണശാല എന്നല്ലേ വേണ്ടിയിരുന്നത്? ന്യായമായ ചോദ്യം. ഇതുവരെ മറ്റാരോടും വെളിപ്പെടുത്താതിരുന്ന രഹസ്യം ശ്രീമാൻ ഹരിപ്രസാദിനോട് പറയുകയാണ്. എന്റെ അപ്പൂപ്പനാണ് ഈ സ്ഥാപനം ആരംഭിച്ചത്. സ്ഥാപനം ഇത്രയും പേര് നേടിയത് കൊണ്ടും പേര് മാറ്റിയാൽ അദ്ദേഹത്തിന്റെ ആത്മാവ് കോപിക്കുമോ എന്നുള്ള ഭയവും കൊണ്ടാണ് ഈ പേര് ഇതുവരെ മാറ്റാത്തത്. കാര്യത്തിലേക്ക് കിടക്കാം. ഹരിപ്രസാദ് ഉടനെ തന്നെ കണക്ക് പരിശോധകന്റെ കാര്യാലയം വരെ പോണം. ഇന്ന് തന്നെ പോണോ? വേണം. വക്കീലിനെ കണ്ടിട്ട് ഞാനിവിടെ എത്തിക്കോളാം. $6,03,891. നിരാഹാരം നടത്തിയെന്നോ? എന്നിട്ട് ശരി ശരി, വക്കീലിനെ കണ്ടിട്ട് ഞാൻ അങ്ങോട്ട് വരാം. മേധാവി,
6,03,891. ഹരിപ്രസാദിന്റെയോ? എപ്പോ? ആ, ശരി ശരി. ഹരിപ്രസാദ്, ഞാനിപ്പോ തന്നെ കണക്ക് പരിശോധനയുടെ കാര്യാലയത്തിലേക്ക് പോവുകയാണ്. വരൂ വരൂ. ഇപ്പൊ വിളിച്ചത് നിങ്ങളുടെ സുഹൃത്ത് അരവിന്ദനാണ്. നിങ്ങളുടെ അമ്മയ്ക്ക് അമ്മയ്ക്ക് എന്ത് പറ്റി? ഒരു ചെറിയ നെഞ്ചുവേദന. അബേ, പേടിക്കാനൊന്നുമില്ല. വിമല ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ഹരി അങ്ങോട്ടൊന്ന് ചെല്ലണം. കണക്ക് പരിശോധന കണ്ടിട്ട് ഞാൻ ആശുപത്രിയിലേക്ക് പോയിക്കോളാം. ഈ അർപ്പണബോധം ഞാൻ മാനിക്കുന്നു. പക്ഷേ കണക്ക് പരിശോധകനെ നാളെ കണ്ടാൽ മതി. ഇതിപ്പോ പൊയ്ക്കോളൂ. നിൽക്കൂ. ആശുപത്രിയിൽ അത്യാവശ്യ ചെലവുകൾക്ക് ഇത് വെച്ചോളൂ. അയ്യോ വേണ്ട ജി. വാങ്ങിക്കോളൂ. മഹാത്മാ, ഹരിപ്രസാദിന്റെ മാതാവിന് ഒരു കുഴപ്പവും വരുത്തരുതേ. കേരളവും പഞ്ചാബുമായി ഇന്ന് നടന്ന മാച്ചിൽ കേരളം 4 വിക്കറ്റ്. ഈ കുറുക്കന്മാരുടെ പന്തല് കളി കാണാൻ പോരെന്ന് പല പ്രാവശ്യം ഞാൻ ആജ്ഞാപിച്ചിട്ടുള്ളതല്ലേ? ആൾക്കാരുടെ മുമ്പ് വെച്ച് വഴക്ക് പറഞ്ഞാൽ ഇപ്പൊ നിരാഹാരം തുടങ്ങും, പറഞ്ഞേക്കാം. ചർച്ചകളൊക്കെ ഭവനത്തിൽ ചെന്നിട്ടാകാം. ഇപ്പോൾ വാഹനത്തിൽ കയറൂ. ലാൽ ബഹദൂർ. അയ്യോ പോയേ പഞ്ചാബ് പോയേ, പോയേ പഞ്ചാബ് പോയേ, പോയേ പഞ്ചാബ് പോയേ, അയ്യോ പോയേ പഞ്ചാബ് പോയേ. കേരള 11 സിന്ദാബാദ്, കേരള 11 സിന്ദാബാദ്. അജംഗ ജക്കന ജങ്കന ജക്ക, ജക്കന ജങ്കന ജക്ക, അജിങ്കിന ജിക്കിന ജിക്കിന ജിങ്ക, ജിക്കിന 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 ജിങ്ക, അജംഗ ജക്കന ജക്കന ജക്ക, ജക്കന ജക്കന ജക്ക, അജിങ്ക ജിക്കിന ജിക്കിന ജിങ്ക. നമസ്തേ ജി. നമസ്കാരം ജി. നമസ്കാരം ജി. നമസ്കാരം ജി. നമസ്കാരം ജി. നമസ്കാരം ജി. ശ്രീമാൻ ഹരിപ്രസാദ്, എന്റെ അറയിലേക്ക് വരൂ. അമ്മയ്ക്ക് എങ്ങനെയുണ്ട്? ഏതമ്മ? എന്റെ അമ്മയെ പറ്റിയാണെങ്കിൽ നിങ്ങളോട് ചോദിക്കേണ്ട കാര്യമുണ്ടോ? അതല്ല, നാട്ടിലുള്ള എന്റെ അമ്മയുടെ അമ്മയും ഞാൻ അമ്മയെന്നാണ് വിളിക്കുന്നത്. അതുകൊണ്ടാണ് ചെറിയൊരു ചിന്താക്കുഴപ്പം വന്നത്. എന്റെ അമ്മയ്ക്ക് കുറവുണ്ട്. താമസിയാതെ ആശുപത്രിയിൽ നിന്നും വിമോചിതയാകും. ഇന്നലത്തെ പന്ത് കളി എങ്ങനെയുണ്ടായിരുന്നു? ആശുപത്രിയിൽ ആരാ പന്ത് കളിക്കുന്നത്? ഉരുളണ്ട. ആവേശത്തോടെ നിങ്ങൾ ഇന്നലത്തെ മത്സര വിജയം ആഘോഷിക്കുന്നത് ഞാൻ നേരിട്ട് കണ്ടു. ഇന്നലെ കളിസ്ഥലത്ത് വെച്ച് കണ്ടത് എന്നെ തന്നെയാണെന്ന് അങ്ങേക്ക് ഉറപ്പാണോ? എന്റെ കണ്ണുകൾ എന്നെ വഞ്ചിക്കില്ല. ഈശ്വര, ജോലി പോയി. അക്കിടി കിടി ഗുലുമാലേ തക്കിടി കിക്കിടി തരികിടത്തോം കിടതകുത്തോം. ഇല്ല മേധാവി, വഞ്ചിച്ചു വഞ്ചിച്ചു വഞ്ചിച്ചു. അടയ്ക്കുവായ സത്യത്തിന്റെ വായ അധികം നാൾ മൂടിക്കെട്ടി വെക്കാൻ പറ്റില്ല. ഇന്നലെ കളിസ്ഥലത്ത് വെച്ച് കാണുമ്പോൾ എനിക്ക് കണ്ണാടി ഉണ്ടായിരുന്നോ? ഞാൻ ശ്രദ്ധിച്ചില്ല. ശ്രദ്ധിക്കണമായിരുന്നു. മാത്രമല്ല, മുടി പിറകിലോട്ട് ചീകി വച്ചിട്ടുമുണ്ടായിരുന്നിരിക്കണം. എങ്കിൽ അത് ഞാനല്ലെന്ന് പറയേണ്ടി വന്നതിൽ അതിയായി ഖേദമുണ്ട്. പിന്നെ അത് പൂങ്കുന്നത്ത് കാവ് പുലി കിടന്ന മടയിൽ മാർത്താണ്ഡൻ ഗിരിപ്രസാദ്. ഞാൻ ഇരട്ടപ്പെട്ട എന്റെ അമ്മ ഇരട്ടപ്പെട്ട താൻ തോന്നിയായ എന്റെ സ്വന്തം അനുജൻ. ഞങ്ങൾ തമ്മിൽ കഷ്ടിച്ച് 1 വയസ്സിന്റെ വ്യത്യാസമേ ഉള്ളൂ എന്ന് എല്ലാവർക്കും തോന്നും. പക്ഷേ 5 മിനിറ്റിന്റെ വ്യത്യാസം പോലും ഇല്ല. ഈ നോട്ടം ഇതിനു മുമ്പും പലരും നോക്കിയിട്ടുള്ളതാണ്. എന്റെ അമ്മയ്ക്ക് പോലും ഞങ്ങൾ പരസ്പരം മാറിപ്പോവുമായിരുന്നു. കുഞ്ഞുനാളിൽ ഞാൻ വിശന്ന് കരയുമ്പോ അമ്മ തെറ്റി അവന് പാല് കൊടുക്കുമായിരുന്നു. പിന്നെ അവന് കന്നഡ ഉണ്ടായിരുന്നുകൊണ്ടാണ് ഒരു പരിധിവരെ അമ്മയ്ക്ക് ഈ ചിന്താക്കുഴപ്പം ഒഴിവാക്കാൻ കഴിഞ്ഞിരുന്നത്. ജനിച്ചപ്പോഴേ ഉണ്ടായിരുന്നോ കന്നഡ? പറഞ്ഞാൽ അങ്ങ് വിശ്വസിക്കില്ല. തിരിച്ചറിയാൻ വേണ്ടി അമ്മ കണ്ടുപിടിച്ച ഒരു ഉപായമായിരുന്നു ഈ കന്നഡ. ശ്രീമാൻ ഹരിപ്രസാദ് പറഞ്ഞതെല്ലാം ഞാൻ വിശ്വസിക്കാം. തൽക്കാലം പൊയ്ക്കോളൂ. നിൽക്കൂ. ഇന്ന് വൈകുന്നേരം എന്താ പരിപാടി? പ്രത്യേകിച്ചൊന്നുമില്ല. എങ്കിൽ നമുക്ക് ഒന്നിച്ചൊരിടം വരെ പോകാനുണ്ട്.
അങ്ങേക്കിപ്പോഴും എന്നെ കുറിച്ച് തെറ്റിദ്ധാരണയുണ്ട്. എന്നെ പോലെ തന്നെ എനിക്കൊരു അനുജനുണ്ടെന്ന കാര്യം അങ്ങേക്ക് വിശ്വാസമായിട്ടില്ല. അത് സ്പഷ്ടമാക്കാനല്ലേ എന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നു. ഹരിപ്രസാദിന്റെ കണ്ടെത്തലിൽ ലേശം സത്യമില്ലാതില്ല. അനുജനെ പറ്റി കൂടുതൽ അറിയാൻ തന്നെയാണ് നമ്മൾ ഇങ്ങോട്ട് വന്നത്. പക്ഷേ ഞാൻ ഹരിയെ തെറ്റിദ്ധരിച്ചു എന്ന് പറയുന്നത് ശരിയല്ല. നിങ്ങളൊരു കായിക വിനോദ പ്രേമി അല്ല എന്ന് എനിക്കറിയാം. മാത്രവുമല്ല, എന്റെ സ്ഥാപനത്തിലെ മറ്റ് ജീവനക്കാരെ കാണുന്ന പോലെ അല്ല ഞാൻ നിങ്ങളെ കാണുന്നത്. അവർക്കൊന്നുമില്ലാത്ത സത്യസന്ധതയും ജോലിയോടുള്ള അർപ്പണ മനോഭാവവും ആദർശശുദ്ധിയും ഇതിലെല്ലാം ഉപരി മാതൃഭാഷാ സ്നേഹവും നിങ്ങൾക്കുണ്ട്. അതുകൊണ്ടൊക്കെയാ നിങ്ങളുടെ തനിപ്പകർപ്പായ അനുജനെ കുറിച്ച് അറിയാൻ എനിക്ക് കൂടുതൽ കൗതുകം. ഗിരിപ്രസാദ് എന്തു ചെയ്യുന്നു? അത് പറയാതിരിക്കുന്നതാണ് ഭംഗി. രൂപത്തിൽ മാത്രമേ ഞാനും അവരുമായിട്ട് സാദൃശ്യമുള്ളൂ. സ്വഭാവത്തിന്റെ കാര്യത്തിൽ ഞങ്ങൾ ഉഗാണ്ടയും ഉത്തർപ്രദേശും പോലെയാണ്. അനുജൻ എന്ത് ചെയ്യുന്നു എന്ന് പറഞ്ഞില്ല. എന്തൊക്കെ ചെയ്യുന്നില്ല എന്ന് പറയുന്നതാ എളുപ്പം. അവൻ എല്ലാറ്റിലുമുണ്ട്. കായിക വിനോദം, നിശ്ചല ഛായാഗ്രഹണം, ചലച്ചിത്രം, ചിത്രകല, എന്തിനേറെ മുഖ്യമന്ത്രിയുടെ കാര്യം പറഞ്ഞതുപോലെ അവന്റെ കയ്യിൽ ഇല്ലാത്ത വകുപ്പുകളൊന്നുമില്ല. ആ, ചിത്രകല പഠിച്ചിട്ടുണ്ടോ? ഉണ്ടോന്ന്. ചിത്രകലയിൽ ഒന്നാമനായിട്ടാ അവൻ ചിറാപ്പൂഞ്ചി സർവകലാശാലയിൽ നിന്നും ജയിച്ചത്. പക്ഷെ ഒന്നിലും ഉറച്ചു നിൽക്കില്ല. തത്തി തത്തി കളിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെയല്ലേ പുലി കിടന്ന മട എന്ന സ്ഥാനപ്പേരുള്ള ഞങ്ങളുടെ കുടുംബം പൂച്ച കിടന്ന മടയായി തീർന്നത്. എന്നാലും എന്റെ ഇരട്ടയായി ജനിച്ചിട്ട് എന്റെ ഒരു സ്വഭാവവും അവന് കിട്ടിയില്ലെന്ന് ഓർക്കുമ്പോഴാ. അതിലൊരു അത്ഭുതവുമില്ല. എന്റെ അച്ഛനും അച്ഛന്റെ അനുജനും ഇരട്ടപ്പറ്റവരായിരുന്നു. അവരുടെ സ്വഭാവത്തിൽ ഒരു പൊരുത്തവും ഉണ്ടായിരുന്നില്ല. ഒരു ജോലിയില്ലാതെ അനുജൻ നടക്കുന്നതാണ് ഹരിയുടെ പ്രശ്നമെങ്കിൽ അത് ഞാൻ പരിഹരിക്കാം. തൽക്കാലം എന്റെ മകളെ ഹരിയുടെ അനുജൻ ചിത്രകല പഠിപ്പിക്കട്ടെ. അത് വേണോ ജി? വേണം. ആ, നാളെ തന്നെ അനുജനോട് എന്നെ ഒന്ന് കാണാൻ പറയൂ. ചക്കിനു വെച്ചത് കൊക്കിനു കൊണ്ടു വെളുക്കാൻ തേച്ചത് പാണ്ടായി. ചിക്ക് ചിക്ക് ചാന ചിക്ക് ചാന ചിക്ക് ചിക്ക് ചാന ചിക്ക് ചാന ചിക്ക് ചിക്ക്